നമസ്കാരം. ആഗോളതാപനത്തിന്റെ കളിത്തട്ടായ COP30 ഉച്ചകോടിയിൽ വികസിത രാജ്യങ്ങൾക്കെതിരെ നേരിട്ടുള്ള വെല്ലുവിളിയുമായാണ് ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങിയത്. വാഗ്ദാനങ്ങൾ പാലിക്കുക, കോടിക്കണക്കിനല്ല ട്രില്യൺ കണക്കിന് പണം നൽകുക. ഇതാണ് ബ്രസീലിലെ ബെലമിൽ നിന്നും ഇന്ത്യയുടെ പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് മുഴക്കിയ ശക്തമായ ആവശ്യം. കാലാവസ്ഥ നീതിയുടെ ചരിത്രപരമായ ഉത്തരവാദിത്വമാണ്. വികസിത രാജ്യങ്ങളുടെ ചുമരിൽ ഉറപ്പിച്ച ഈ നയതന്ത്ര മുന്നേറ്റം വെറും സാമ്പത്തിക സഹായത്തിൽ ഒതുങ്ങുന്നില്ല. ശുദ്ധോർജ വിപ്ലവത്തിന്റെ നിർമ്മാണ ബ്ലോക്കുകളായ ലിഥിയം, കൊബാൾട്ട്, അപൂർവ ഭൂമി ധാതുക്കളുടെ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ പോരാട്ടത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അമേരിക്ക, ചൈന തുടങ്ങിയ ശക്തികൾ സ്വാധീനം ചെലുത്തുന്ന ഈ നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖലയിൽ ഇനി ഒരു നിഷ്ക്രിയ ഇറക്കുമതിക്കാരനായിരിക്കില്ല, മറിച്ച് ആഗോള നിയമങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ഒരു ശക്തിയായി മാറാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. കാലാവസ്ഥ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിനോടൊപ്പം ഇന്ത്യ ആഭ്യന്തരമായി ശുദ്ധോർജ വിപ്ലവത്തിൽ വൻ മുന്നേറ്റം നടത്തുകയാണ്. പുനരുപയോഗ ഊർജ മേഖലയിലെ നേട്ടങ്ങൾ എടുത്തുപറഞ്ഞ മന്ത്രി യാദവ് ഇന്ത്യയുടെ സ്ഥാപിത വൈദ്യുതി ശേഷി 500 ജിഗാവാട്ട് മറികടന്നുവെന്നും അതിൽ പകുതിയിലധികം ശുദ്ധമായ ഊർജമാണ് എന്നും വ്യക്തമാക്കി കഴിഞ്ഞു. എങ്കിലും കാലാവസ്ഥ ചർച്ചയുടെ ശ്രദ്ധ ഇപ്പോൾ ധനകാര്യത്തിൽ അപ്പുറത്തേക്ക് ശുദ്ധോർജ വിപ്ലവത്തിന് ശക്തി പകരുന്ന ധാതുക്കളിലേക്ക് മാറുകയാണ്. ലിഥിയം, കോബാൾട്ട്, നിക്കൽ, അപൂർവ ഭൂമി മൂലകങ്ങൾ എന്നിവയുടെ ഇറക്കുമതി ഇപ്പോഴും വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തന്ത്രപരമായ വഴിത്തിരിവാണ്. ലിഥിയം, കൊബാൾട്ട് ഉൾപ്പെടെ കുറഞ്ഞത് 10 അവശ്യധാതുക്കളുടെയെങ്കിലും കാര്യത്തിൽ ഇന്ത്യ 100% ഇറക്കുമതിയെ ആശ്രയിക്കുന്നുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിർണായക ധാതു പര്യവേഷണ പദ്ധതികളുടെ എണ്ണം 2021-22 118 നിന്നും 2024-25 196 വർദ്ധിപ്പിച്ചു. ബ്രസീൽ, അർജന്റീന, നമീബിയ, സിംബാബ്വെ, ഓസ്ട്രേലിയ എന്നിവയുമായി ഇന്ത്യ ലിഥിയം, കോബാൾട്ട്, അപൂർവ ഭൂമി എന്നിവയുടെ ലഭ്യതയ്ക്കായി ഇടപഴകി. ആൾട്ടുമിൻ, ബ്രസീൽ പദ്ധതി പോലുള്ള സംരംഭങ്ങൾ ചരക്ക് സംഭരണത്തിൽ നിന്നും പങ്കിട്ട വ്യാവസായിക ശേഷിയിലേക്കുള്ള മാറ്റത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. COP30 ഇന്ത്യയുടെ ഇടപെടൽ തുല്യമായ ധാതു ലഭ്യത, പരിസ്ഥിതി സംരക്ഷണം, മൂല്യശൃംഖല സുതാര്യത എന്നിവയെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്ന മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇത് ഇന്ത്യയെ ഒരു നയ പങ്കാളിയിൽ നിന്നും ആഗോള നിയമം രൂപപ്പെടുന്നവരിലേക്ക് ഉയർത്തും. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ആഗോള ചർച്ചയുടെ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ധനസഹായത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ വികസിത രാജ്യങ്ങളുടെ ചരിത്രപരമായ ഉത്തരവാദിത്വം ഊന്നി പറയുന്നുണ്ട്. ഒപ്പം തങ്ങളുടെ ശുദ്ധോർജ അഭിലാഷങ്ങൾ സാധ്യമാകാൻ വിഭവ സമ്പാദനത്തിനപ്പുറം മൂല്യ ശൃംഖലകൾ പുനർനിർമ്മിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. ബ്രസീൽ, ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള പുതിയ പങ്കാളിത്തങ്ങളും ആഭ്യന്തര സംസ്കരണത്തിലെ നിക്ഷേപങ്ങളും അടുത്ത ഊർജക്രമത്തിന്റെ സജീവ ശില്പിയായി ഇന്ത്യ മാറുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. COP30 ഈ നയതന്ത്രം ആഗോളതലത്തിലെ തുല്യതയ്ക്കും സുസ്ഥിരതയ്ക്കും ഊന്നൽ നൽകുന്ന ഒരു പുതിയ ധാതു ഭരണക്രമത്തിന് അടിത്തറയിടാൻ ഇന്ത്യക്ക് അവസരം നൽകുന്നുണ്ട്.